അവതാർ കണ്ട് ഇപ്പോൾ വന്ന് കയറിയുള്ളൂ. സിനിമ ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല. സെക്കൻഡ് ഡേ ആയിരുന്നു ഞാൻ ഒരു പ്രാവശ്യം കണ്ടത്. രണ്ടാമത്തെ പ്രാവശ്യം ആണ് ഞാനിപ്പോൾ പോകുന്നത് ഇന്നത്തെ ഒരു ദിവസം കൂടെ. കിടിലം പടം എന്ന് ഞാൻ പറയുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം തന്നെ എല്ലാവരെയും 100% തൃപ്തിപ്പെടുത്തുന്ന ഒരു സംഭവം എന്നല്ല. അതിൽ എത്ര മികച്ച ഒരു സാധനം ഒരാളുടെ മുമ്പിൽ, ഒരു ഓഡിയൻസിന് മുമ്പിലേക്ക് എത്തിച്ചാലും അതിൽ നല്ലതും നെഗറ്റീവ്സും ഉണ്ടാവും, പോസിറ്റീവ്സും ഉണ്ടാവും. 100% ഒരു സിനിമയും ഒരാളെയും തൃപ്തിപ്പെടുത്തില്ല. ഞാനിപ്പോൾ എത്രത്തോളം സിനിമ കണ്ടിട്ടുണ്ട്. ഡെയിലി ഓരോ സിനിമ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് മലയാളം ആയിക്കോട്ടെ, ഏത് ഭാഷ ആയിക്കോട്ടെ, നമ്മളത് കാണുന്ന സമയത്ത് എനിക്കത് മുഴുവനായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഏതെങ്കിലും ഒരു സീനായിരിക്കും ആ സിനിമയെ മൊത്തം ഇല്ലാണ്ടാക്കുന്നത്. കഥ പറയുമ്പോൾ എന്നൊരു സിനിമയെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു 20 മിനിറ്റ്സ് സീൻ മാത്രമാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് സീൻ. അതിൻ്റെ ഇപ്പുറത്തേക്കൊന്നും എന്ത് നടന്നാലും ഒരു പ്രശ്നമില്ല. അത് ശ്രീനിവാസൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. ഈ അടുത്ത് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഞാൻ കണ്ട ഒരുപാട് വീഡിയോസുകളിൽ അങ്ങനെ ഒരു സംഭവം വന്നു. ഞാൻ മുന്നേ അത് കേട്ടിട്ടുണ്ട്, ധ്യാൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഞാൻ ഈ പറയുന്നത്, ഞാൻ മാറ്ററിന് പോയി. ഫയർ ആൻഡ് ആഷ്, ജെയിംസ് കാമറൂൺ എന്ന് പറഞ്ഞ വലിയ സംവിധായകന്റെ ഒരു കിട്ടലൻ വർക്ക് തന്നെയാണ് അവതാർ സാഗ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇതിന്റെ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ടെക്നോളജി ഉണ്ടാക്കാനായിട്ട് ഇദ്ദേഹം ഒരുപാട് വർഷങ്ങളോളം, ടൈറ്റാനിക്കിനേക്കാൾ മുന്നേ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഈ ഒരു ടെക്നോളജീന്റെ അഭാവം കൊണ്ട് ഒരുപാട് വർഷങ്ങളോളം വെയിറ്റ് ചെയ്ത് 2008 2009 ആ സമയത്താണ് തോന്നുന്നു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്, 9 10 പഠിക്കുമ്പോഴാണ് അത് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ അന്നത് റിലീസ് ചെയ്യുന്ന സമയത്ത് അന്നത് അവരത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ടെക്നോളജികളും കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചൊരു സംഭവമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോഴിക്കോട് ക്രൗൺ തിയേറ്ററിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ഒരു കൂട്ടം ആളുകൾ. അന്ന് എനിക്ക് പൈസ ഒന്നും ഇല്ലാത്ത, അന്ന് നമ്മൾ എന്താ പറയുക, പത്രം ഇടാൻ പോയിരുന്ന ചെറിയ പൈസ കിട്ടുമായിരുന്നുള്ളൂ. അപ്പം അന്ന് ഒരുപാട് പൈസ ഒന്നും കയ്യിൽ വലിയൊരു സേവിങ്സ് ഒന്നും ഇല്ലാണ്ട് ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ട് കണ്ട ഫസ്റ്റ് ഹോളിവുഡ് സിനിമയാണ് അവതാർ. അതും സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഒന്നരാഴ്ച കഴിഞ്ഞതിന് ശേഷം അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ നിന്നാണ് ഞാൻ ഈ ഒരു സിനിമ 2009 കാലഘട്ടം, 2008 തോന്നുന്നു, 9 കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, അന്ന് ഞാൻ കാണുന്നത്. ആ സിനിമ ഇറങ്ങിയ ആ ഒരു ടൈം മുതൽ അതൊരു കാർട്ടൂൺ സിനിമയാണ്, അതൊരു അനിമേറ്റഡ് സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തി കാണാൻ എന്താ പറയുക, നോ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുടെ മുമ്പിലേക്കാണ് ടൈറ്റാനിക്കിൻ്റെ തന്നെ റെക്കോർഡ് മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പണം വാരി ചിത്രം എന്നൊരു റെക്കോർഡ് അതിന് കിട്ടുന്നത്. അപ്പോൾ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ 3 ദിവസമായി. ഞാനൊരു റിവ്യൂ അന്ന് എടുക്കാൻ ലേറ്റായി പോയതാണ്. അപ്പോൾ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് കണ്ട് റിവ്യൂവേഴ്സ്. എനിക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല. അത് ഈ ഒരു സിനിമ ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ, ഇതെനിക്ക് വേ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. വണ്ണിൻ്റെ അടുത്തൊന്നും എത്തില്ല. വണ്ണൊരു അത്ഭുതമായിരുന്നു. അത് നമ്മുടെ ഒരു ഇമോഷനും നമ്മുടെ ഒരു അത്ഭുതവും, നമ്മൾ പ്ലാനറ്റോറിയത്തിൽ മാത്രം 3D ഗ്ലാസ് വെച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരു വലിയൊരു സംഭവം 2.5 മണിക്കൂറിലേക്ക് എന്നിലെ ആ ഒരു കുട്ടിയെ, ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ പെട്ടെന്ന് ആ ഒരു വലിയ സ്ക്രീനിൽ ആ വലിയൊരു സംഭവം കാണുന്ന സമയത്തുണ്ടായിരുന്ന, അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒന്നാം ഭാഗം എന്ന് പറയുന്നത്, അവതാറിന്റെ 1ാം ഭാഗം എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ ക്ലാസ് സംഭവം തന്നെയാണ്. അത് പിന്നീട് കഴിഞ്ഞ വർഷം വേ ഓഫ് വാട്ടർ ഇറങ്ങുന്ന സമയത്ത് അതിന്റെ റിലീസ് ഉണ്ടായിരുന്നു. ആ സിനിമ ഞാൻ വീണ്ടും പോയിട്ട് ഇവിടെ ബാംഗ്ലൂരിലുള്ള തിയേറ്ററിൽ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. വേ ഓഫ് വാട്ടർ ഇറങ്ങുന്നത് വരെയുള്ള വർഷങ്ങളോളം ഉള്ള ഒരു ഗ്യാപ്പ് ഈ ഒരു സിനിമയെ സാരമായിട്ട് ബാധിച്ചിട്ട് ഉണ്ടായിരുന്നു. വേ ഓഫ് വാട്ടർ ഇറങ്ങുമ്പോൾ ഇത് വണ്ണിന് അത്ര പോരാ എന്നുള്ളൊരു കമ്പാരിസണും എല്ലാം കൂടെ വന്ന്, പക്ഷേ ഉണ്ടായിരുന്ന ആ ഒരു യുദ്ധരംഗങ്ങളും അതിലുള്ള ജീവികളും അവർ ഇപ്പം ജെയിംസ് കാമറോൺ എന്ന വ്യക്തി മരിയാന ട്രഞ്ചിൻ്റെ അടിയിൽ പോയിട്ട് കണ്ട അത്ഭുത ലോകം, അവിടുത്തെ ജീവികൾ, അതിനെയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരുപാട് ക്യാരക്ടേഴ്സ്, അതെല്ലാം ഈ വേ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് വലിയൊരു എന്താ പറയുക, ഒരു എപ്പിക് സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ അത് വണ്ണിൻ്റെ അത്ര പോരാ എന്നുള്ള ലെവലിൽ അത് തഴയപ്പെട്ടു. വീണ്ടും 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തത്. ഈ 2 സിനിമകളും അല്ലെങ്കിൽ ഉള്ളൊരു ഗ്യാപ്പ് ചെറുതാണെങ്കിലും 1ാം ഭാഗവും 2ാം ഭാഗം തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കര വലുതായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത 2029 ഇതിൻ്റെ 4ാം ഭാഗം ഇറങ്ങാൻ പോകുന്നത്. ഇതിങ്ങനെ എനിക്ക് ഈ ഒരു സിനിമ ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞൊരു സിനിമ അവതാറിന് 2ാം ഭാഗമായിട്ട് തന്നെയാണ് തോന്നിയത്. അതായത് വേ ഓഫ് വാട്ടർ എവിടെ നിർത്തിയോ അവിടെ നിന്നാണ് ഈ സിനിമ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ വേ ഓഫ് വാട്ടർ കാണാതെ ഈ ഒരു സിനിമയ്ക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു കുറച്ച് ക്യാരക്ടേഴ്സിന്, കിരി അങ്ങനത്തെ അവരുടെ മകൻ എന്ത് സംഭവിച്ചു, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് മിസ്സായി പോകും. ഇതിൻ്റെ ഒരു ജസ്റ്റ് അടുത്ത ദിവസം, വേ ഓഫ് വാട്ടർ കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്തൊരു ദിവസമാണ് ഈ ഒരു ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ, കഥ ഒരുപാടുണ്ട്. ഇത് 3 മണിക്കൂറോളം ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അത്രയും സീനുകളും യുദ്ധരംഗങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു സിനിമ. ഫസ്റ്റ് ഹാഫ്, ഇംഗ്ലീഷ് ഫിലിംസിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ തിയേറ്റർ അനുസരിച്ച് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു യുദ്ധരംഗവും അങ്ങനത്തെ ഒരു കിടിലൻ സീനുകളും ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള ആ ഒരു പറക്കുന്ന ആ ഒരു സാധനങ്ങളുടെയൊക്കെ ഒരു സംഭവങ്ങളും, പിന്നെ വെള്ളത്തിലൂടെ പോകുന്ന ഒരു കാര്യങ്ങളും, പിന്നെ അവർ റിയലൈസ് ചെയ്യുന്ന അവിടുത്തെ അത്ഭുത ലോകം, അവിടുത്തെ ആ ഒരു പ്ലാനറ്റിലെ അത്ഭുതകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, മനുഷ്യനെയും സാധാരണ ഹ്യൂമൻസിനെയും അവരിലൊരാളായിട്ട് നേവി എന്ന് പറയുന്ന ആ ഒരു
വർഗ്ഗക്കാരാക്കി മാറ്റാം എന്നുള്ളവർ അവരത് കണ്ടുപിടിക്കുന്നതും അതിനെ ആ ഒരു ഹ്യൂമനെ സ്പൈഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേണലിൻ്റെ മകൻ. അപ്പോൾ ആ ഒരു പയ്യനെ അവർ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നേവിയിലെ ആളുകൾ, അതായത് ഈ പയ്യനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകളെല്ലാം ഈ ഒരു നേവി എന്ന് പറഞ്ഞ ഒരു ഗോത്രമാക്കിയിട്ട് മാറ്റാൻ പറ്റും, അവദാസാക്കി മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഭൂമിയെ നശിപ്പിച്ച പോലെ ഈ ഒരു പ്ലാനറ്റും അവർ ഇല്ലാതാക്കും. അത് തടയാനായിട്ടാണ് ജേക്കിൻ്റെ ഫാമിലിയും, എസ്പെഷ്യലി അവരുടെ ഫാമിലി, നെയ്ത്തിരി ആണെങ്കിലും പിന്നെ കിരി, പിന്നെ ടുക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ, ഇത് പിന്നെ ആ ഒരു പയ്യൻ്റെ പേര് പറഞ്ഞു, ആ പയ്യൻ, പിന്നെ സ്പൈഡർ എന്ന് പറഞ്ഞ ഒരു പയ്യൻ, എല്ലാവരും കൂടെ ശ്രമിക്കുന്നതാണ് ഈ ഒരു സിനിമ. ആ ഒരു ജേക്കിനെ പിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ മകനായിട്ടുള്ള സ്പൈഡറിനെ വീണ്ടെടുക്കാനായിട്ടും ആ കിണറിൽ നടത്തുന്ന ഒരു കാര്യം. അതിൻ്റെ ഇടയിലൂടെ യൂന ചാപ്ലിൻ അവതരിപ്പിക്കുന്ന വാരാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അഗ്നിപർവ്വതത്തിന്റെ ഏരിയയിൽ താമസിക്കുന്ന ഒരു ഗോത്രവർഗമുണ്ട്. അവരുടെ ഒരു ഹെഡ്, അവരുടെ ഒരു ലീഡറാണ് ഈ പറഞ്ഞ വരാങ്ക് എന്ന് പറഞ്ഞ ലേഡി. എന്താണ് അവളുടെ ഒരു സ്ക്രീൻ പ്രസൻസും അവളുടെ ഒരു ആക്ഷൻസും ഒക്കെ കിട്ടുന്നതായിരുന്നു. അവളിങ്ങനെ വരുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ഒന്നിങ്ങനെ റേസ് ആയിട്ട് നിൽക്കും. അത്രയും സുന്ദരിയാണ്, അത്രയും ഒരു എക്സൈറ്റ്മെന്റും ഒരു അത്ഭുതം നിറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ലേഡി. അത് അവൾക്ക് തോക്ക്, മറ്റേ ബോംബ് കാര്യങ്ങളോടൊക്കെ അവളുടെ കയ്യിൽ കിട്ടണം. ഫയറും തണ്ടറും ഒക്കെ കൈക്കലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പവർഫുൾ ലേഡി ആയിട്ട് ഒരു കഥാപാത്രമാണ് വരാങ്ക് എന്ന് പറഞ്ഞ ഒരു ലേഡി. അതിലെ സ്ക്രീൻ പ്രസൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇവരുടെ ആക്ടിങ് അടിപൊളിയായിരുന്നു. ആക്ടിങ് നമ്മൾ പറയേണ്ട കാര്യമില്ല, മോഷൻ പെർഫോമൻസ് ക്യാപ്ചർ ആണ് ഇതിൽ. മോഷൻ ക്യാപ്ചർ അല്ല, മോഷൻ പെർഫോമൻസ് ക്യാപ്ചർ ഉള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവതാർ സിനിമ എടുത്തിരിക്കുന്നത്. അങ്ങനെ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിലെ ജേക്ക് സള്ളി ആണെങ്കിലും നെയ്ത്തിരി ആണെങ്കിലും അവരുടെയൊക്കെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ അത്രയും മൈന്യൂട്ടായിട്ട് ഈ ഒരു സിനിമയിൽ എടുത്തിട്ടുണ്ട്. ഈ കഥയിലേക്ക് വരുമ്പോഴുള്ള ഒരു പ്രശ്നവും ഇത് തന്നെയാണ്. കഥ ഭയങ്കര ലെങ്തിയാണ്, കുറേ സീനുകളുണ്ട്. ഇവരുടെ യുദ്ധരംഗങ്ങൾ, ഇവർ തിരിച്ചടിക്കുന്നത്, ഇവർ മറ്റ് ട്രൂപ്സിനെ കൂട്ടുന്നത്, ക്ലാൻസിനെ കൂട്ടിയിട്ട് തിരിച്ചടിക്കാൻ പോകുന്നത്, ഏറ്റവും അവസാനം ഈവ വന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒന്നാം ഭാഗത്തിൽ രണ്ടാം ഭാഗത്തിൽ കണ്ടതിൻ്റെ ഒരു റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ് ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞ സിനിമയിൽ വരുന്നത്. ഈ ഒരു കാര്യമാണ് പല ആളുകൾക്കും ഇഷ്ടപ്പെടാനാണ്. കാരണം നമ്മൾ പുതിയതായിട്ടൊന്നും കാണാനില്ല. ഈ കഥ ഇങ്ങനെ ഇതേ ഒരു കഥ തന്നെയാണ്, ഒരേ കഥ ഒരു പേസ് ഉണ്ടല്ലോ, ഒരു സിനിമയ്ക്ക് ഒരു പേസ് ഉണ്ടാവില്ല. ഒരു ഇമോഷൻ രംഗം, പിന്നെ ഒരു ഹൈപ്പ് കയറുന്നൊരു ഭാഗം, പിന്നെ ഒരു നോർമലായിട്ട് പോകുന്ന കാര്യം, പിന്നെ ഒരു ഹൈപ്പ് കയറുന്നൊരു ഭാഗം, പിന്നെ കുറച്ച് യുദ്ധരംഗം വരുമ്പോൾ വീണ്ടും ഒരു ഹൈപ്പ് കയറുന്നൊരു ഭാഗം. ഇതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് ജെയിംസ് കാമറൂൺ ഒന്നാമത്തെ സിനിമയിലും രണ്ടാമത്തെ സിനിമയിലും ഇതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് മൂന്നാമത്തെ സിനിമയിലും ഉപയോഗിച്ചു. അത് ചില ആളുകൾക്ക് പുതിയതായിട്ടൊന്നും കാണാനില്ല, പുതിയതായിട്ട് അവതാർ സിനിമയിൽ ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരുപാട് പേരാണ് അവതാർ ഒരു അപരാധമാണെന്ന് പറയുന്നത്. അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. കാരണം ഈ സിനിമയിലെ ഒരുപാട് കാര്യങ്ങൾ, ഫയർ ആൻഡ് ആഷ് എന്ന് പറയുന്ന ആ ഒരു പേരിന് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതിൽ ഫയറും ആഷും ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. 100% ആകെ 10% മാത്രമേ ഉള്ളൂ ഫയർ ആൻഡ് ആഷ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ. അല്ലെങ്കിൽ വേ ഓഫ് വാട്ടർ എങ്ങനെയായിരുന്നു, വേ ഓഫ് വാട്ടർ കംപ്ലീറ്റ് ഒരു 90% അതിൽ വെള്ളമായിരുന്നു. ഒന്നാമത്തെ ഭാഗം ഫുൾ ഫോറസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ, രണ്ടാമത്തെ ഫോറസ്റ്റ്, നേച്ചർ, മൃഗങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു ഒന്നാമത്തെ ഭാഗത്തിൽ. രണ്ടാമത്തെ ഭാഗത്തേക്ക് ആകുമ്പോൾ അവർ തീരദേശം ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ക്ലാൻസിൻ്റെ കൂടെ താമസിക്കുന്ന സമയത്ത് എന്തൊക്കെ വരും, അവരുടെ ഒരു ജീവിത രീതി, അവിടുത്തെ ഓഷ്യൻസിലുള്ള എന്താ പറയുക നീലത്തിമിംഗലം, തുളുക്ക എന്നാണ് അതിൻ്റെ പേര്. അപ്പം രണ്ടാമത്തെ ഭാഗത്തിൽ ബ്ലൂ വെയിൽസിനെ അറ്റാക്ക് ചെയ്യുന്ന ഹ്യൂമൻസിനെതിരെയായിരുന്നു ഈ ഒരു സിനിമ സംസാരിച്ചത്. മൂന്നാമത്തെ ഭാഗത്തിലും ഇതിൽ ഏകദേശം ബ്ലൂ വെയിൽസിനെ പിടിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ അവർ തടയാൻ പോകുന്നൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു സിനിമയിൽ 50 അല്ല 70-30% മാത്രമാണ് ഫയറും വാട്ടറും തമ്മിൽ. ഈ ഒരു സിനിമയ്ക്ക് ഫയർ ആൻഡ് ആഷസ് എന്ന് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഫയർ ആൻഡ് വാട്ടർ എന്ന് കൊടുക്കുന്നതായിരുന്നു. പിന്നെ ഈ സിനിമയിലെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ കൈൻഡ് ഓഫ് തിങ് ആണ്. നമ്മൾ കണ്ടുപിടുത്ത പുതിയതൊന്നും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ടെക്നിക്കാലിറ്റി ആണെങ്കിലും അത് ഫയറിലെയും വെള്ളത്തിൻ്റെയും ഒരുമിച്ചുള്ള ഒരുപാട് സീനുകളുണ്ട്, അതിൽ മൃഗങ്ങളുണ്ട് ഉണ്ട്. അത്രയും ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അത് ടെക്നിക്കലി അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഈ സിനിമയിലെ പാട്ടുകളും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പഴയ സിനിമകളിലൊക്കെ തന്നെ ഉള്ളതാണ്. പക്ഷേ ഇതിൽ ടൊറോക്ക് മക്ടോൻ്റെ കുറേ സീനുകളുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ വേ ഓഫ് വാട്ടറിൽ മിസ് ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു ടൊറോക്ക് മക്ടോ എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ വരുന്നത്. ഡ്രാഗൺ അല്ല, ഒരു സാധനം വരുന്നത്. അപ്പോൾ അതിനെ ഈ ഒരു സിനിമയിൽ അതിൻ്റെ ഒരു ഭയങ്കര ഒരു സീനും അതിൻ്റെ ഭയങ്കര എൻട്രിയും അതിൻ്റെ ഒരു ഫൈറ്റും ഒക്കെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ഭയങ്കര ഓഡിയൻസ് ഒക്കെ ഭയങ്കര ആർത്ത് വിളിയായിരുന്നു ടൊറോക്ക് മക്ടോ വന്ന സമയത്ത്. ഒരുപാട് സീനുകളുണ്ട്, നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട്. വിഷ്വലി നമുക്ക് ഭയങ്കര വെറൈറ്റി, ഓ വാവ് എന്ന് തോന്നുന്നത്. സിനിമ തുടങ്ങുന്നത് മുതൽ ലാസ്റ്റ് വരെ വാവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. അത് ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ പോയി കാണണം. 3D ഒന്നും പറയാനില്ല, അത്രയും ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ 3D ഇറങ്ങുന്നത്. ഒരു സീനിൽ പോലും നമുക്കൊരു അപാകത തോന്നില്ല, ഒരു ബോറിങ് തോന്നില്ല. എല്ലാത്തിനും ഒരു അതിൻ്റെ മുന്നിൽ വയ്ക്കുന്ന സാധനമാണെങ്കിലും പിന്നിൽ വയ്ക്കുന്ന സാധനമാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അതിൻ്റെ സീനിലേക്ക് വന്ന് കയറുന്ന വേറെ എന്തൊക്കെ എലിമെൻറ്റ്സ് ആണെങ്കിലും, വെള്ളമാണെങ്കിലും ഫയർ ആണെങ്കിലും ആഷ് ആണെങ്കിലും ഒരു ചാരമൊക്കെ ഇങ്ങനെ പോകുന്നത്, അതൊക്കെ ആണെങ്കിലും നമുക്ക് അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത്രയും നല്ല തിയേറ്ററിൽ പോയി നിങ്ങൾ കാണണം. പിന്നെ ഇതിലെ ബാഡായിട്ട് എനിക്ക് തോന്നിയത്
ഇതിൻ്റെ ലെങ്ത് തന്നെയാണ് ഭയങ്കര ലെങ്ത്. ഇത് കുറേ ഇങ്ങനെ കഥ കേൾക്കാനുണ്ട്. ഇത് ഫസ്റ്റ് ഹാഫിൽ ഒരു ഫൈറ്റ്, സെക്കൻഡ് ഹാഫിൽ വീണ്ടും ഒരു ഫൈറ്റ്, യുദ്ധം, വീണ്ടും വീണ്ടും ഒരു സ്പീച്ച്. അതൊക്കെയാണ് എനിക്ക് ഇതിൻ്റെ കുറച്ചൊരു ഒരു നെഗറ്റീവ് സൈഡിലേക്ക് തോന്നിയത്. പക്ഷേ മറ്റ് രണ്ട് ഭാഗങ്ങളും കാണാത്ത ഒരാളാണ് ഈ ഒരു സിനിമ കാണുന്നതെങ്കിൽ അവർക്ക് ഇത് ഭയങ്കരമായിട്ട് വർക്കാവും. നിങ്ങൾ രണ്ടാമത്തെ ഭാഗം ഒന്നാമത്തെ ഭാഗം കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സിനിമ നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ലൊരു, ഒരിക്കലും അവതാർ സിനിമ നമ്മൾ മിസ് ചെയ്യരുത്. തിയേറ്ററിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കത് എത്ര നെഗറ്റീവ് കേട്ടാലും പല ആളുകളും ചിലപ്പോൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ കാണാം. കാരണം അതിൻ്റെ ഒരു വിഷ്വൽ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സിനിമ പോയിട്ട് കാണുക. ടോട്ടലി ഓവറോൾ കഥപരമായിട്ടൊക്കെ, അല്ലെങ്കിൽ അതിലെ ഇമോഷൻസ്, അവരുടെ ആക്ടിങ്, അവരുടെ ഒരു ഫ്ലോ, സിനിമ ഇനിയും പോകും. ഇനിയും അതിൻ്റെ ഒരു 2029 അടുത്ത 4ാം ഭാഗം ഇറങ്ങും, 2032 അതിൻ്റെ 5ാം ഭാഗം ഇറങ്ങും. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ജെയിംസ് കാമറൂൺ സാർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ ക്രിസ്റ്റഫർ നോളനും മറ്റു ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ മറ്റ് സിനിമകളിലും ചെയ്യണം. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് സമയം ഉണ്ടെങ്കിൽ വർഷങ്ങളോളം ഗ്യാപ്പ് ഇട്ടിട്ട് അദ്ദേഹം ഒരു സിനിമ എടുക്കും. അങ്ങനെ ചെയ്യാതെ അതിൻ്റെ ഇടയ്ക്ക് വേറെയും ഒരുപാട് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും പുതിയ പുതിയ കാര്യങ്ങളും ആവുമല്ലോ. അപ്പോൾ ഈ ഒരു 2009 മുതൽ അദ്ദേഹം ഈ 2032 വരെ വലിയൊരു ലൈഫിലെ വലിയൊരു ഭാഗം ഒരേ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അത് ആസ് എ സിനിഫൈൽ എന്ന രീതിയിൽ, അത് ആസ് എ ജെയിംസ് കാമറൂൺ ഫാൻ എന്ന രീതിയിൽ എനിക്ക് വിഷമം തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ സിനിമ ഇനിയും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അവതാറിൻ്റെ 4ാം ഭാഗത്തിൽ 2029 ചിലപ്പോൾ പറ്റുമെങ്കിൽ കാണാമെന്ന് വിചാരിക്കുന്നു. കാണും, ഉറപ്പായിട്ട് കാണും. നമ്മുടെ ജീവനോടെ തന്നെ ഉണ്ടാവും. അപ്പോൾ സീ യു ഗൈസ്.